എനിക്ക് നിങ്ങളെ അറിയണ്ട. ഞങ്ങളെ മത്സരത്തിൽ അത് നിങ്ങളോട് വെളിപ്പെടുത്താൻ ഇതിന്റെ നിൽക്കാൻ ഇത്രയും കാലം ഞാനത് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ അറിയാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞില്ല നേരിട്ട് വന്ന് പറഞ്ഞില്ലത്. സത്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് പഠിക്കുക, അവരെ കേൾക്കുക, ഇത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ഇടയ്ക്കിങ്ങനെ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പയിനുകൾ ഇല്ലാതെ തന്നെ വീടുകൾ സന്ദർശിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി CPM-നുണ്ട്. ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ 2 മാസം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടല്ല ഈ സന്ദർശനം. ഇത് ഞങ്ങളുടെ ജനങ്ങളിൽ നിന്നും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്താനും ഒക്കെ ഉള്ളൊരു പ്രത്യേക ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. രണ്ടാമത് നിങ്ങളുടെ ചോദ്യം ജില്ലയിലെ പ്രതീക്ഷകളെ കുറിച്ചാണ്. ജില്ലയിലെന്നല്ല, സംസ്ഥാനത്ത് തന്നെ ഇപ്പോ 5 വർഷം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറുന്ന ഒരു നിലയാണ് കേരളത്തിൽ മുൻപുണ്ടായിരുന്നത്. 2021 അത് മാറി. കഴിഞ്ഞ ഒരു 10 വർഷം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരും ആ മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരാണ്, അത് അംഗീകരിക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടുന്നുണ്ട്, മുൻപ് പരീക്ഷാകാലത്തും കിട്ടിയിരുന്നില്ല. പൊതുമേഖലാ വ്യവസായങ്ങൾ ലാഭത്തിലായി വരുന്നു. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ 1ാമത് എത്തുന്നു. 5 ലക്ഷത്തോളം പേർ വീടില്ലാത്തവർക്ക് ഇപ്പോൾ വീട് ലൈഫിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം വന്നു. അപ്പൊ അതെല്ലാം ശക്തിപ്പെടണം, കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക രാഷ്ട്രീയത്തിന്റെ അതീതമായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു വിധി ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ന കുറച്ച് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ ഒരു പ്രശ്നം, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പാർലമെന്ററി ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതുമാണ് പ്രധാനമെന്നൊരു തോന്നൽ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞങ്ങൾ ഒട്ടേറെ സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളൊരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കാറില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾക്ക് മറ്റു ബൂർഷ്വാ പാർട്ടികൾ കൊടുക്കുന്ന പ്രാധാന്യമല്ല CPM കൊടുക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ജയിച്ചു വരാറുണ്ട്. അപ്പോൾ ആ അധികാരം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചോ സീറ്റ് വിഭജനത്തെക്കുറിച്ചോ ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഓക്കെ.